ഹിയറിംഗ് ലോസ് എന്നൊരു കണ്ടീഷൻ വളരെ കോമൺ ആയി നിൽക്കുന്നൊരു കാലമാണിത്. സോ ഹിയറിംഗ് ലോസിനെ കുറിച്ച് ഞങ്ങളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് ഈ ഒരു ഹിയറിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിലൂടെ ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അലക്സ്, ഡു യു തിങ്ക് ഹിയറിംഗ് എയ്ഡ് ദിസ് മെഷീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു യു തിങ്ക് ഒരാൾ ലിസണിങ് ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണോ, ഓർ ഇസ് ഇറ്റ് ദാറ്റ് ഒരു മെഷീൻ മേടിച്ച് വെച്ചിട്ട് ഇസ് ദാറ്റ് ഓൾ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഹിയറിംഗ് ലോസ് വന്നു കഴിയുമ്പം വി യൂഷ്വലി തിങ്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതി, പെട്ടെന്ന് ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് കേൾക്കാൻ തുടങ്ങും എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. ഡു യു നോ 70% ആൾക്കാർ ഹിയറിംഗ് എയ്ഡ് മേടിച്ചിട്ട് ഉപയോഗിക്കാറില്ല. 70% ആൾക്കാർ, അതായത് ഇവർ മേടിച്ചിട്ട് അവർക്ക് അതിൻ്റെ പ്രയോജനം 100% യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെൽഫ് ലേൺ ചെയ്യാനായിട്ട് വിടുക ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വിഷ്വൽ പ്രോബ്ലം. കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും, കണ്ണാടി വെച്ചാൽ മതി നമുക്ക് കാണുന്നത് ബെറ്റർ ആയിട്ട് വരും എന്നുള്ള രീതി. അപ്പം അതുപോലെ തന്നെയാണ് ഹിയറിംഗ് എയ്ഡ്സും ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി വെക്കുമ്പം നമ്മൾ അതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പിക്ചർ മനസ്സിലാവുക എന്നാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ബ്രെയിനിന് കിട്ടുന്ന സിഗ്നൽ ഒന്നും ഓൾട്ടേർഡ് അല്ല. ബ്രെയിനിന് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇമേജ് കാണാൻ പറ്റുന്നു, ആ കാര്യങ്ങളിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. പക്ഷേ ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിയറിംഗ് എയ്ഡിൽ കൂടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കിട്ടുന്ന സിഗ്നൽ ഇതൊരു വേവ് ഫോം ആണല്ലോ വരുന്നത്. എല്ലാ സൗണ്ടും ഒരു വേവ് ഫോമാണ്. അപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ് ഈ വേവ് ഫോമിനെ പിടിച്ചെടുത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ചെവിക്ക് അകത്തോട്ട് വിടുന്നത്. അപ്പോൾ ഇത്രയും ഓൾട്ടറേഷൻ നടക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഈ സിഗ്നൽ എന്താണെന്ന് അറിയത്തില്ല. ചിലർ ഇത് വെച്ച് ഓവർകം ചെയ്ത് വരുന്നു, ചിലർ ഒട്ടും ഇത് പറ്റാതെ അവർ നേരത്തെ തന്നെ ഗീവ് അപ്പ് ചെയ്യുന്നു. അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറൊരു പ്രോബ്ലമാണ്. എനിക്ക് 2-3 പ്രാവശ്യം ക്ലിനിക്ക് വരണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം, ഇത് ശരിയാവുന്നില്ല. 3-4 പ്രാവശ്യം വന്ന ഉടനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുക, പറ്റത്തില്ല. ദ തിങ് ഇസ് ദാറ്റ് ഹിയറിംഗ് എയ്ഡ് എപ്പോഴും ഒരു ബണ്ടിൽഡ് സർവീസ് ആണ്. നിങ്ങൾ ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രൈസ് കൊടുക്കുമ്പോൾ തന്നെ യു ആർ ടേക്കിംഗ് അപ്പ് ദ സർവീസ് ഫോർ ഇറ്റ്. ഓക്കെ, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നൊരു സർവീസാണ്, ആ പ്രോസസ്സാണ് നമ്മൾ ടേക്കപ്പ് ചെയ്തേക്കുന്നത്. സോ ഈച്ച് ടൈം നിങ്ങൾ ക്ലിനിക്ക് വരുന്നതെല്ലാം ഓൾറെഡി നിങ്ങൾ പെയ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ടെൻഷൻ പിടിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ളതൊന്നും ടെൻഷൻ പിടിക്കുകയല്ല. പക്ഷെ യു ഷുഡ് കം ഡൗൺ, എന്നാലേ അതിൻ്റെ കറക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇറ്റ്സ് ഓൾവേസ് ഫീഡ്ബാക്ക്. നമുക്ക് ആ പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സ് കറക്റ്റ് ചെയ്ത് എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അതെന്താന്നുള്ളത് ആ യൂസ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയാൻ പറ്റും. ആക്ച്വലി പറഞ്ഞത് കറക്റ്റാണ്. കാരണം പലപ്പോഴും നമ്മളൊരു ഓബ്ജക്റ്റ് വാങ്ങുമ്പോൾ സോ ദാറ്റ് മൈ നോട്ട് ഓൾവേസ് ബി ഒരു ഹിയറിംഗ് എയ്ഡ് സ്പെക്സ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങുമ്പോഴത്തേക്കും വി ആർ ഓൾവേസ് കൺസേൺഡ് ഇതൊരു മെഷീനാണ്, എങ്ങനെ ഇത് ഓടും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് വി ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ വി ഡബിൾ ചെക്ക്, വി മേക്ക് ഷുവർ ദാറ്റ് ഇതിന്റെ സർവീസസ് നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് നമ്മൾ ഡെഫിനറ്റ്ലി നോക്കും. സർവീസസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ എന്താ പറയുക ആഫ്റ്റർ സെയിലുള്ള സർവീസസ് അല്ല. ഈ മെഷീൻ നിങ്ങളുടെ ചെവിയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. ഒറ്റ ദിവസം കൊണ്ട് ചെവി ഇതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചെവിക്ക് കുറച്ച് സമയം എടുക്കും ഈ സാധനമായിട്ട് പഠിച്ചു വരാനായിട്ട്. കാര്യം ഇത് വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ്. നമ്മൾ ആദ്യം കാറ് മേടിച്ച് കൈ തന്നു കഴിഞ്ഞാൽ നാളെ റോഡിൽ കൂടെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ബ്രെയിൻ ഇതിനെ ഓട്ടോമേറ്റഡ് മോഡിലോട്ടാക്കും. ഒരു സിഗ്നൽ വന്നാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലോട്ട് ഇതിനെ മാറ്റും. പക്ഷെ അത് മാറ്റുന്നിടം വരെ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ആ സിറ്റുവേഷൻ അണ്ടർഗോ ചെയ്ത് അതിൻ്റെ അകത്ത് വേണ്ട ചേഞ്ചസ് ചെയ്ത് അവരൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ പ്രശ്നം വരുന്നത് അടുത്ത പ്രാവശ്യം ഈ മെഷീൻ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ മെഷീനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോഴാണ് പിന്നെയും ബ്രെയിനിന് ഇത് പഠിക്കാനുള്ള താമസം വരുന്നത്. പക്ഷെ അതുവരെ ഇതിൻ്റെ കറക്ഷൻസ് ചെയ്ത് ഇതിനെ എങ്ങനെ അപ്പോൾ ചോദിക്കുന്നത് ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്താൽ പോലെ അല്ല. ഇതിൻ്റെ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് സൈലൻറ്റ് റൂമിലാണെങ്കിൽ ഒരു രീതിയിൽ, അതേ സിഗ്നൽ നോയ്സി സിറ്റുവേഷൻ ആണെങ്കിൽ വേറെ രീതിയിൽ, ആ നോയ്സ് പല സൗണ്ടുകൾ വരുമ്പോൾ അതിന് വേറെ സിഗ്നൽ, ഇതിനെല്ലാം ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ആണ്. അത് അവരെ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ ബ്രെയിൻ എങ്ങനെയാണോ പഠിച്ചേക്കുന്നത് അത് മനസ്സിലാക്കി വേണം അതിലെ കറക്ഷൻസ് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ്
ഒരു ഹയർ എൻഡ് മെഷീൻ എടുത്ത് വെച്ചാലൊന്നും ആർക്കും ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റില്ല അൺലെസ് ദ കറക്ഷൻസ് ആർ മെയ്ഡ്. കറക്ഷൻസ് മേക്ക് ചെയ്ത്, പിന്നെ അത് കറക്ഷൻ മേക്ക് ചെയ്താൽ മാത്രം പോരാ, ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അതായത് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിൻ്റെ ക്ലീനിങ് നടത്തണം. കാര്യം മൈക്ക് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ സാധനം ചെവിയിലിരിക്കുന്ന, അപ്പം നമ്മുടെ കൂടെ നമ്മൾ ചിലപ്പം എന്താ പറയുക കുറച്ച് ഡേർട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ കൈ തൊട്ടിട്ട് അറിയാതെ ചെളി വെച്ചായിരിക്കും ഇതേ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൈക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്ന സൗണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഇതിന് പ്രോപ്പർ മെയിൻ്റനൻസ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. കൂട്ടത്തിൽ ഇതിൻ്റെ ഔട്ട്കം, ഇതിന് വരുന്ന ചെവിയിലോട്ട് വരുന്നത് കറക്റ്റ് ആണോ എന്നുള്ള മെഷർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. കാര്യം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷേ ഇതിന് കറക്റ്റായിട്ടുള്ള സിഗ്നലാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത് എന്ന് മെഷർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനെ നമുക്കിപ്പോൾ REM എന്ന് പറഞ്ഞ ഡിവൈസ്, സോ REM വരുമ്പം നമുക്ക് ചെവിയുടെ ഇയർ ഡ്രം വരെ അറിയാൻ പറ്റും ഈ ഹിയറിംഗ് എയ്ഡിൽ നിന്ന് തരുന്ന സൗണ്ട് കറക്റ്റ് ആണെന്ന്. REM എന്ന് പറഞ്ഞ റിയൽ ഇയർ മെഷർമെന്റ്. റിയൽ ഇയർ മെഷർമെന്റ്. സോ റിയൽ ഇയർ മീൻസ് റിയൽ ടൈമിൽ നമ്മളൊരു സിഗ്നൽ കേൾക്കുന്നതിന്റെ സ്ട്രെങ്ത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. Oh, so that is like an artificial ear? അല്ലല്ല, നമ്മുടെ സ്വന്തം ചെവിക്കകത്ത് ഞങ്ങളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മൈക്കാ. സോ മൈക്ക് ഇയർ ഡ്രമ്മിന്റെ അടുത്ത് വെച്ചിട്ട് ഈ ഹിയറിംഗ് എയ്ഡിന്റെ അകത്തോട്ട് വരുന്ന സിഗ്നൽ കറക്റ്റ് ആണ്, അതായത് നമ്മൾ ഹിയറിംഗ് ലോസിനനുസരിച്ച് മാച്ച് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാര്യം ഹിയറിംഗ് എയ്ഡ് ചെവി വെച്ച് നോക്കിയാൽ വർക്ക് ചെയ്യും, പക്ഷെ ആ കേൾവിക്കുറവിന്റെ ലെവലിലാണ് ഇത് പെർഫോം ചെയ്യുന്നത് നമുക്ക് മെഷർ ചെയ്താലേ കറക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ തിങ് ഇസ് ദാറ്റ് എല്ലാവരും പെട്ടെന്ന് എന്തുകൊണ്ട് ഇതിനെ ഫോക്കസ് ചെയ്യും. ഇപ്പം കുട്ടികളിലാണെങ്കിൽ ഹാവ് യു സീൻ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ ഡയഗ്നോസ് ചെയ്യുന്നത് അത് കുട്ടിക്കൊരു ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന്. കാര്യം ഇറ്റ് ഈസ് നെവർ അസോസിയേറ്റഡ് ടു എ പെയിൻ, ഒരു വേദനയല്ല. എന്നായിരുന്നു കരഞ്ഞ് ബഹളം വെച്ച് നേരത്തെ ഇത് വന്നേനെ, ഒരു സിംറ്റം പെട്ടെന്ന് കാണിക്കുന്ന ഒരു പ്രോബ്ലം അല്ല ഹിയറിംഗ് ലോസ് ഗ്രാജുവലായിട്ട് അവരുടെ എന്താ പറയുക ബ്രെയിനിൻ്റെ അകത്താണ് മോഡിഫിക്കേഷൻസ് വരുന്നത്. അവർ ആ ലോസിനനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ചാണ് അവർക്ക് ചേഞ്ചസ് ഉണ്ടാവുക. പക്ഷെ വൺസ് ആ ചേഞ്ച് വന്ന് ബ്രെയിൻ അഡാപ്റ്റായി മോൾഡായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ AVT ഒക്കെ. അതാ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്പീച്ച് തെറപ്പി ഡിപ്പാർട്ട്മെന്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ there was one മാം, ആൻഡ് മാമിനിപ്പോൾ 65 years ആണ്. അപ്പോൾ മാഡം അവിടെ ഇരുന്നിട്ട് ഈ EVT ഓഡിറ്ററി വെർബൽ തെറപ്പി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് ഇരുന്ന് വേറൊരു പേരൻറ്റിനോട് ചോദിച്ചു, യുനോ ആ ആൻറ്റിക്കും ആക്ച്വലി ഒരു തെറപ്പി എടുക്കുവാണോ എന്നുള്ളത്. സോ ഐ ഹാപ്പൻ ടു എക്സ്പ്ലെയിൻ ടു ഹെർ എന്താണ് ഈ EVT എന്നുള്ളത്. സോ ഓഡിറ്ററി വെർബൽ തെറപ്പി ഇസ് ലൈക്ക് എ പ്രോസസ് വെയർ നമ്മൾ ഫ്രം ദ ഡൊമൈൻ, അതായത് ഒരു വ്യക്തി കേൾക്കണമെങ്കിൽ എന്തൊക്കെ അഡീഷണലി ആ വ്യക്തിക്ക് അറിഞ്ഞിരിക്കണം, സൗണ്ട് ഏത് ഭാഗത്തുനിന്ന് വരുന്നു, ആരാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് സൗണ്ട് ആക്ച്വലി അവരുടെ ഇയേഴ്സ് പിക്കപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ് എന്താന്നുള്ളത് ഞാൻ അവിടെയാണ് വേറൊരു പ്രശ്നം. ആൾക്കാർ അപ്പോഴും ചോദിച്ചില്ല 65-ാമത്തെ വയസ്സിൽ ഞാൻ ഇനി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വരണമെന്ന്. സർട്ടൻലി ലോസ് വന്ന് നമുക്ക് നമ്മളുടെ ചെവിനെ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം വെച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് പഠിക്കണം. അത് പഠിക്കാണ്ട് നമ്മുടെ ബ്രെയിൻ അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ട് ബ്രെയിൻ ഒരിക്കലും അതുമായിട്ട് കംഫർട്ടബിൾ ആവത്തില്ല. അപ്പം നിങ്ങൾ ട്രെയിനിങ് എടുത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സൂസൻ എന്ന് പറഞ്ഞൊരു ആൻറ്റി നമ്മളുടെ അവിടെ ട്രെയിനിങ്ങിന് വന്നില്ലേ. ആൻറ്റിയുടെ നമ്മളൊരു ഒരാഴ്ച മേളിൽ ഒരു എല്ലാ 3 days കൂടുമ്പോൾ ആൻറ്റി ഇവിടെ വന്ന് ട്യൂണിങ് കൂട്ടും, സൗണ്ട് കുറയ്ക്കും. ആൻറ്റിക്ക് ഒരിക്കലും സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര നോയ്സിയാണ്, എനിക്കൊന്നും പറ്റുന്നില്ല, ആൾക്കൊന്നും തിരിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ട്രെയിനിങ് ഇൻഡ്യൂസ് ചെയ്തത്. എക്സാക്ട്ലി ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു ട്യൂണിങ് ചേഞ്ചസ് വരുത്താതെ ആളും അതുമായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഹിയറിംഗ് എയ്ഡ് ഭയങ്കര കംഫർട്ടബിൾ ആയി. കാര്യം നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ട്രെയിനിങ് മാത്രമേ കൊടുത്തേ. ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഈ സിറ്റുവേഷനിൽ എങ്ങനെ കറക്ഷൻസ് ചെയ്യണം, ഇതെല്ലാം ആളെ പറഞ്ഞ് പഠിപ്പിച്ച് ആളുടെ ബ്രെയിനിന് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ. ആക്ച്വലി ആൻറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി. ബിക്കോസ് ഈ ആൻറ്റി വാസ് ഈ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഹിയറിംഗ് എയ്ഡ് ഇസ് ലൈക്ക് എ വെരി എക്സ്പെൻസീവ് മെഷീൻ. വാങ്ങിച്ച് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ആരെന്ത് പറയുന്നു, എവിടെ നിന്ന് കേൾക്കുന്നു എന്നുള്ളത് ആൻറ്റിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് വീക്ക് ആൻറ്റീനെ 1 monthന് ശേഷം ആഫ്റ്റർ ദ ട്രെയിനിങ് ലാസ്റ്റ് വീക്ക് ഞാൻ ഹാപ്പൻ ടു മീറ്റ് ഹർ. അപ്പോൾ ആൻറ്റിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ
ഐ കുഡ് ആക്ച്വലി സീ ആൻറ്റിയുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഓർ ആൻറ്റി മിങ്കിൾ ചെയ്യുന്ന സർക്കിൾ ഭയങ്കരമായിട്ട് ആൻറ്റിക്ക് ആക്റ്റീവ്ലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി.